അപ്പോൾ എല്ലാവർക്കും മഹാരാജാസിൻ്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിനീത്, ഫിസിക്സ് ആണ് സബ്ജക്റ്റ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ ടോപ്പിക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ആയിരുന്നു. ആൻഡ് പുതിയൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നു, സ്പീഡ്. ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി തുടങ്ങിയ എല്ലാ ടോപ്പിക്കുകളും ഹൈസ്കൂൾ തലത്തിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഹൈസ്കൂൾ തലത്തിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് കുറച്ചുകൂടി ഒരു അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് നമ്മളിവിടെ പഠിക്കുക. സോ സ്പീഡിലേക്ക് പോകുന്നു. ആൻഡ് ആസ് എ ഡെഫിനിഷൻ എനിക്ക് പറയാം. സോ സ്പീഡ് എന്ന് പറയുന്നത് ആസ് എ ഡെഫിനിഷൻ ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് ഡിസ്റ്റൻസ് പെർ യൂണിറ്റ് ടൈം. അപ്പോൾ യൂണിറ്റ് ടൈം എന്നൊരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് യൂണിറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ യൂണിറ്റ് കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1 എന്ന മാത്തമാറ്റിക്കൽ നമ്പറാണ്. ഡിജിറ്റ് 1നെയാണ് നമ്മൾ യൂണിറ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വിച്ച് മീൻസ് യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ്, യൂണിറ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ, ഇപ്പോൾ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ, ആൻഡ് യൂണിറ്റ് മാസ് 1 കിലോഗ്രാം. സോ ഇവിടെ യൂണിറ്റ് ടൈം, 1 സെക്കൻഡിൽ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെ വിളിച്ച പേരാണ് സ്പീഡ്. സോ ഈ സ്പീഡിന് ഒരു ഇക്വേഷൻ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ കൂടി എഴുതാം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇത് തന്നെയാണ് ഡെഫിനേഷനിൽ നമ്മൾ എഴുതിയതും. സ്പീഡ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ഡിസ്റ്റൻസ് പെർ യൂണിറ്റ് ടൈം, ഓർ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എൻ ഒബ്ജക്റ്റ് ഇൻ 1 സെക്കൻഡ്. 1 സെക്കൻഡ് സമയം കൊണ്ട് ഒബ്ജക്റ്റ് സഞ്ചരിച്ച ദൂരം എത്രയാണോ, ഡിസ്റ്റൻസ് എത്രയാണോ, അതിനെ നമ്മൾ വിളിച്ച പേരാണ് എന്ത്? സ്പീഡ്. ആൻഡ് ഓഫ് കോഴ്സ് ദ സ്പീഡ് എന്ന് പറയുന്നതും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്ന് തൊട്ട് മുൻപത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് എങ്കിൽ ഉറപ്പായും അതിനൊരു യൂണിറ്റ് കൂടി ഉണ്ടാകും. ആൻഡ് ദ യൂണിറ്റ് ഓഫ് സ്പീഡ് ഇസ് മീറ്റർ പെർ സെക്കൻഡ്. എങ്ങനെയാണ് മീറ്റർ പെർ സെക്കൻഡ് ആയത്? ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. ആൻഡ് 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ് നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതുമ്പോൾ നമ്മൾ ഫോർവേഡ് സ്ലാഷ് ഉപയോഗിച്ചായിരിക്കും എഴുതുക. സോ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് ഇതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിനെയും നമുക്ക് എന്ത് ചെയ്യാം? 2ആയി ക്ലാസിഫൈ ചെയ്യാം. സ്കേലർ എന്നോ വെക്റ്റർ എന്നോ. ഡയറക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ സ്കെയിലർ എന്നും വെക്റ്റർ എന്നും ക്ലാസിഫൈ ചെയ്യുക. ഇവിടെ സ്പീഡിനെ സംബന്ധിച്ച് നോക്കിയാൽ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ഒരു സ്കേലർ ക്വാണ്ടിറ്റിയാണ്, ആൻഡ് ടൈം എന്ന് പറയുന്നതും ഒരു സ്കേലർ ക്വാണ്ടിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ദ റിസൾട്ട് സ്പീഡ് ഈസ് ഓൾസോ എ സ്കേലർ ക്വാണ്ടിറ്റി. സ്പീഡും ഒരു സ്കേലർ ക്വാണ്ടിറ്റിയാണ്. ഇനി ഒന്നുകൂടി, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും നമ്മൾ പറഞ്ഞപ്പോൾ ഇതൊന്നുമല്ലാതെ മറ്റ് ചില കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്, ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് ആകില്ല, ആൻഡ് ഡിസ്റ്റൻസ് കനോട്ട് ബി 0. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേ കേസുകൾ ഞാൻ സ്പീഡിലേക്കും കൊണ്ടുവന്നാൽ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഓഫ് കോഴ്സ് നമുക്കറിയാവുന്ന ചില കാര്യങ്ങളാണ്. ടൈം എന്ന് പറയുന്നത് ഒരു കാരണവശാലും നെഗറ്റീവ് ആകില്ല, ആൻഡ് ടൈം കനോട്ട് ബി 0. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഒരു കാരണവശാലും നെഗറ്റീവ് ആകില്ല, ഡിസ്റ്റൻസ് ഒരു കാരണവശാലും 0 ആകില്ല. ഒബ്ജക്റ്റിൻ്റെ പൊസിഷന് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം ഉറപ്പായിട്ടും അവിടെ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ക്ലിയർലി ദിസ് സ്പീഡ് ഈസ് ഓൾസോ എ പോസിറ്റീവ് വാല്യൂ. സ്പീഡ് ഈസ് ഓൾവേസ് എ പോസിറ്റീവ് വാല്യൂ. സ്പീഡ് എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. സ്പീഡ് ഒരു കാരണവശാലും നെഗറ്റീവ് ആകില്ല, സ്പീഡ് ഒരു കാരണവശാലും 0 ആകില്ല. Speed is always positive. Speed cannot be negative and speed cannot be 0. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി സ്പീഡിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. സ്പീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഡിസ്റ്റൻസ് പെർ യൂണിറ്റ് ടൈം, ഓർ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ 1 സെക്കൻഡ്. 1 സെക്കൻഡ് സമയം കൊണ്ട് ഒബ്ജക്റ്റ് സഞ്ചരിച്ച ദൂരമാണ് സ്പീഡ്. ഇക്വേഷൻ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി വെക്റ്റർ, സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. സ്പീഡ് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. ദെൻ സ്പീഡിന് ഒരു കാരണവശാലും നെഗറ്റീവ് വാല്യൂ സ്വീകരിക്കുവാനോ 0 ആകുവാനോ സാധിക്കില്ല. അപ്പം ഇത്രയും ഒന്ന് എഴുതിയെടുക്കുക. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. സോ അടുത്ത ടോപ്പിക് വെലോസിറ്റി. ഇതും ഹൈസ്കൂൾ തലത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാനൊന്ന് ഓടിച്ച് വേഗത്തിൽ പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് തന്നെയാണ്. സോ വെലോസിറ്റി, ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് സ്പീഡ്. സമയത്തിനനുസരിച്ച് ഡിസ്റ്റൻസിനുണ്ടായ മാറ്റമാണ് സ്പീഡ് എന്ന് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ സമയത്തിനനുസരിച്ച് ഡിസ്പ്ലേസ്മെൻറ്റിന് മാറ്റം ഉണ്ടാകുന്നുണ്ടല്ലോ. സോ ഒബ്ജക്റ്റ് അതിൻ്റെ പൊസിഷനിൽ നിന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒബ്ജക്റ്റിന് ഒരു ഡിസ്പ്ലേസ്മെൻറ്റും ഒരു ഡിസ്റ്റൻസും ഉണ്ടാകും. സമയത്തിനനുസരിച്ച് ഡിസ്റ്റൻസിനുണ്ടായ മാറ്റത്തെ നമ്മൾ സ്പീഡ് എന്ന് വിളിക്കുകയാണ് എങ്കിൽ
സമയത്തിനനുസരിച്ച് ഡിസ്പ്ലേസ്മെൻറ്റിനുണ്ടായ മാറ്റത്തെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് വിളിക്കുക. ഓർ വെലോസിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് കവേർഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ 1 സെക്കൻഡ് ഓർ യൂണിറ്റ് ടൈം. സോ അത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ. അങ്ങനെയാണ് എങ്കിൽ നമുക്കതിനെ ഒന്ന് മാത്തമാറ്റിക്കൽ ഫോർമാറ്റിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. സോ ഇക്വേഷൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഇതും സ്പീഡ് പറഞ്ഞതുപോലെ തന്നെയുള്ള എല്ലാ പ്രോപ്പർട്ടീസും ഇവിടെയും നമുക്ക് പറയണം. ഇപ്പോൾ വെലോസിറ്റിയുടെ ഡെഫിനിഷൻ പറഞ്ഞു, വെലോസിറ്റിയുടെ ഇക്വേഷൻ പറഞ്ഞു, അപ്പോൾ ഉറപ്പായിട്ട് യൂണിറ്റ് വേണമല്ലോ. കഴിഞ്ഞതിന് സ്പീഡിന് നമ്മൾ യൂണിറ്റ് നോക്കിയത് എങ്ങനെയായിരുന്നു? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെലോസിറ്റിയുമായി നോക്കുമ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ യൂണിറ്റ്, ശരിയല്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ. രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഡിവൈഡ് ചെയ്യുമ്പോൾ യൂണിറ്റിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യില്ല? ഡിവിഷൻ അല്ലെങ്കിൽ ഡിവൈഡ് എന്നുള്ള സിമ്പിൾ ഇടില്ല, മറിച്ച് ഫോർവേഡ് സ്ലാഷ് ഉപയോഗിക്കുന്നു. ആൻഡ് യൂണിറ്റ് ഓഫ് ടൈം ഈസ് സെക്കൻഡ്. അപ്പോൾ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഇനിയാണ് അടുത്ത പോയിന്റ്. ഡിസ്പ്ലേസ്മെൻ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ടുവേർഡ്സ് നോർത്ത് എന്നോ ഫ്രം എ ടു ബി എന്നോ കൃത്യമായി ഡയറക്ഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് കൊണ്ട് ദിസ് വെലോസിറ്റിക്കും ഇതേ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യണം. വിച്ച് മീൻസ് വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇറ്റ് ഈസ് ഹാവിങ് ഡിറക്ഷൻ. കൃത്യമായി ഡിറക്ഷൻ പറയുന്നത് കൊണ്ട് അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആകുന്നുണ്ട്. എപ്പോൾ? നമ്മൾ കണ്ടതാണ്. ഇഫ് ദ ബോഡി റിവോൾവ്സ് ഇൻ എ സർക്കുലർ ഓർബിറ്റ്, ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആകുന്നുണ്ട്. ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഈക്വൽ ആണെങ്കിൽ, സെയിം ആണ് എങ്കിൽ ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ നെഗറ്റീവ് എക്സ് ആക്സിസിലേക്കോ നെഗറ്റീവ് വൈ ആക്സിസിലേക്കോ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവ് ആകുന്നുണ്ട്. വിച്ച് മീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ അറ്റൈൻ ദ വാല്യൂ ഓഫ് പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് 0. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് വെലോസിറ്റി. സോ വെലോസിറ്റി ക്യാൻ ആൾസോ ബി നെഗറ്റീവ്, പോസിറ്റീവ് ആൻഡ് 0. വെലോസിറ്റിക്കും ഈ 3 വാല്യൂസും വരാം. സോ ഓൾവേസ് പോസിറ്റീവ് എന്നൊരു കേസ് അല്ല വെലോസിറ്റിക്ക്. വെലോസിറ്റിക്ക് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, 0 ആകാം. ഇനി ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാൾ എപ്പോഴും കൂടുതലോ ഈക്വലോ ആയിരിക്കും ഡിസ്റ്റൻസ്. സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള കമ്പാരിസണിൽ ഇതേ കേസ് നമുക്ക് ഇവിടെയും പറയാം. സ്പീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെലോസിറ്റി. കാരണം വളരെ സിമ്പിളാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് വെലോസിറ്റി ആൻഡ് സ്പീഡ് ഈസ് ഡിസ്റ്റൻസ് ബൈ ടൈം. വിച്ച് മീൻസ് വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് സ്പീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിനെ, സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിസ്റ്റൻസിനെ. സോ ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാൾ ഏറ്റവും കൂടുതലായി വരുന്നത് അല്ലെങ്കിൽ ഈക്വലായി വരുന്നതെങ്കിൽ സ്പീഡിനും വെലോസിറ്റിക്കും അതേ റിലേഷൻ നമുക്ക് പറയാം. സ്പീഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെലോസിറ്റി. ഈ റിലേഷൻ പലപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. സ്പീഡ് വെലോസിറ്റി അത് ഗ്രേറ്റർ ദാൻ ആണോ, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണോ, ലെസ് ദാൻ ആണോ എന്നിങ്ങനെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. സോ ഇത്രയും കണ്ടന്റാണ് വെലോസിറ്റിയെ പറ്റി പറയാനുള്ളത്. സോ നമ്മൾ പറഞ്ഞത് 2 ടോപ്പിക്കാണ്, സ്പീഡും വെലോസിറ്റിയും. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കമ്പയർ ചെയ്ത് പഠിച്ചതുപോലെ തന്നെ സ്പീഡും വെലോസിറ്റിയും കമ്പയർ ചെയ്ത് പഠിക്കുക. സോ സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം, വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ സ്പീഡും വെലോസിറ്റിയും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ കൂടെ അടുത്തൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കൂടി പറയണം, ആക്സിലറേഷൻ. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 8ലോ 9ലോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസിനുണ്ടാകുന്ന മാറ്റമാണ് സ്പീഡെങ്കിൽ, ഡിസ്പ്ലേസ്മെൻറ്റിനുണ്ടാകുന്ന മാറ്റമാണ് വെലോസിറ്റി എങ്കിൽ, ആ വെലോസിറ്റിക്കുണ്ടാകുന്ന മാറ്റമാണ് ആക്സിലറേഷൻ. ഇതെല്ലാം നമ്മൾ പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. സമയം എന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിക്ക് അനുസൃതമായി ഗ്രാജ്വൽ ഗ്രോത്ത് ഓഫ് ടൈമിനനുസരിച്ച് ഡിസ്റ്റൻസിനുണ്ടാകുന്ന മാറ്റത്തെ സ്പീഡ് എന്ന് വിളിക്കാം, ഡിസ്പ്ലേസ്മെൻറ്റിനുണ്ടാകുന്ന മാറ്റത്തെ വെലോസിറ്റി എന്ന് വിളിക്കാം. ആ വെലോസിറ്റിക്കുണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത്.
സോ ആസ് എ ഡെഫിനിഷൻ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി കൂടുന്നത് മാത്രമല്ല, വെലോസിറ്റി കുറയുകയും ചെയ്യാം. അപ്പോൾ ടൈമിനനുസരിച്ച് വെലോസിറ്റി കൂടുകയോ കുറയുകയോ ചെയ്താൽ ആ ഫിസിക്കൽ ഫിനോമിനൻ അല്ലെങ്കിൽ അവിടെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി, എറൈസ്ഡ് ആകുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ആക്സിലറേഷൻ. ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു വെലോസിറ്റി കൂടാം കുറയാം. അതിൽ തന്നെ മാത്തമാറ്റിക്സിലേക്ക് നമ്മളൊന്ന് കൺവേർട്ട് ചെയ്താൽ അവിടെ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. ആക്സിലറേഷൻ ക്യാൻ ബി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. വെലോസിറ്റി 0 ആകും എന്ന് നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞു, വിച്ച് മീൻസ് ആക്സിലറേഷൻ ക്യാൻ ഓൾസോ ബി 0. ആക്സിലറേഷനും 0 ആകാം. സോ ആക്സിലറേഷൻ കൊണ്ട് ഫണ്ടമെൻ്റലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. യൂണിറ്റ് സമയം കൊണ്ട് ട്രാവൽ ചെയ്യുന്ന മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്, അതിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുക. സോ ഇക്വേഷൻ എഴുതിയാൽ ആക്സിലറേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എ കൊണ്ടാണ്. സോ ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, നോട്ട് വെലോസിറ്റി ബൈ ടൈം. വെറുതെ ഞാൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പറയുന്നില്ല, സമയത്തിനനുസരിച്ച് എന്ത് വ്യത്യാസമാണ് വെലോസിറ്റിക്ക് സംഭവിച്ചത്. യൂണിറ്റ് വെലോസിറ്റിയുടെ യൂണിറ്റ് തൊട്ട് മുമ്പ് നമ്മൾ കണ്ടു മീറ്റർ പെർ സെക്കൻഡ്. സോ വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡും വിച്ച് ഈസ് ഡിവൈഡഡ് ബൈ ടൈം സെക്കൻഡും. അപ്പോൾ മീറ്റർ ബൈ സെക്കൻഡ്. സോ അതിനെ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയായിരിക്കും, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഡെഫിനിഷൻ, ഇക്വേഷൻ, യൂണിറ്റ്. സ്വാഭാവികമായിട്ടും അടുത്തത് വേണ്ടത് എന്താണ്? അത് സ്കെയിലർ ആണോ വെക്റ്റർ ആണോ എന്നറിയണം. ഇക്വേഷൻ ഇങ്ങനെയാണ്, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ആക്സിലറേഷൻ എന്ത് തന്നെയായിരിക്കും? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും, വിച്ച് മീൻസ് ഇറ്റ് ഈസ് ഹാവിങ് എ പെർട്ടിക്കുലർ ഡിറക്ഷൻ. അതിന് കൃത്യമായ ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ആൻഡ് നൗ ഇതിന് ഏതൊക്കെ വാല്യൂ സ്വീകരിക്കാൻ പറ്റും? നമ്മുടെ ഒന്നാമത്തെ ഡെഫിനേഷനിൽ തന്നെ പറയുന്നുണ്ട് ചേഞ്ച് ഇൻ വെലോസിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെലോസിറ്റി കൂടാം കുറയാം. വെലോസിറ്റി കൂടുകയാണ് എങ്കിൽ അത് പോസിറ്റീവ്, വെലോസിറ്റി കുറയുകയാണെങ്കിൽ അത് നെഗറ്റീവ്. വെലോസിറ്റിക്ക് ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ ദ ഒബ്ജക്റ്റ് ഈസ് കീപ്പിംഗ് യൂണിഫോം മോഷൻ. ഒബ്ജക്റ്റ് യൂണിഫോം മോഷൻ കീപ്പ് ചെയ്യുകയാണെങ്കിൽ then there is no acceleration, that is zero acceleration. So acceleration can be positive, acceleration can be negative, acceleration positive ആകും, നെഗറ്റീവ് ആകും, 0 ആകും. ആൻഡ് വൺ മോർ തിങ്, ആക്സിലറേഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ് എങ്കിൽ അവിടെ പുതിയൊരു പേരിട്ട് നമ്മളതിനെ വിളിക്കും. ആക്സിലറേഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് നെഗറ്റീവ് ആക്സിലറേഷൻ. നമ്മളതിനെ നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് വിളിക്കും. അതല്ലെങ്കിൽ നെഗറ്റീവ് ആക്സിലറേഷൻ എന്നല്ലെങ്കിൽ മറ്റൊരു പേര് ഉപയോഗിക്കാം, റിട്ടാർഡേഷൻ. സോ ആക്സിലറേഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ റിട്ടാർഡേഷൻ എന്നോ നെഗറ്റീവ് ആക്സിലറേഷൻ എന്നോ പറയാം. ഇതൊന്നും അല്ലാതെ ഇനി ഒരു പേര് കൂടിയുണ്ട്, മൂന്നാമതൊരു പേര് ഡീസീലറേഷൻ. സോ ആക്സിലറേഷൻ പോസിറ്റീവ് ആണ് എങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആക്സിലറേഷൻ എന്ന് തന്നെ പറയാം. ആക്സിലറേഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്സിലറേഷൻ എന്നോ റിട്ടാർഡേഷൻ എന്നോ ഡീസീലറേഷൻ എന്നോ പറയാം. ആൻഡ് ആക്സിലറേഷൻ്റെ വാല്യൂ 0 ആകും എപ്പോൾ? ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഇൻ യൂണിഫോം മോഷൻ. ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണ് എങ്കിൽ ദെൻ ആക്സിലറേഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ തൊട്ടടുത്ത ടോപ്പിക്ക് നമ്മൾ ഈ യൂണിഫോം മോഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നത് 3 ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ പറ്റിയാണ്. 1 സ്പീഡ്, 2 വെലോസിറ്റി, 3 ആക്സിലറേഷൻ.